ഹലോ, അറഫയാണ്. ഇന്ന് ഒരു ചപ്പാത്തി, കൊത്ത് ചപ്പാത്തി, ഒരു വെറൈറ്റി ഡിഷാകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞുതരാം. 10 ചപ്പാത്തി, 4 മുട്ട, 2 സവാള അരിഞ്ഞത്, വലിയൊരു ക്യാപ്സിക്കം, 4 പച്ചമുളക്, 2 തക്കാളി, ഇതെല്ലാം കൂടി അരിഞ്ഞ് ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. സോറി, ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് മൊബൈൽ ക്യാമറ പിടിക്കുന്നത് കൊണ്ട് അത് തല തിരിഞ്ഞു പോയത് ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് കാണാനത് തല തിരിഞ്ഞ പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി നമ്മളങ്ങ് വഴറ്റി കൊടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അടപ്പ് മാറ്റി. കണ്ടോ, ഇത്രയും മതി. ഒരുപാടങ്ങ് വേവണ്ട. ക്യാപ്സിക്കവും സവാളയൊക്കെ അല്ലേ, അതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു സ്വല്പം ഗരം മസാല പൊടി, ഇത്രയെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 4 മുട്ട ഉടച്ചൊഴിച്ച് അതൊന്ന് നല്ല മിക്സ് ആക്കിയിട്ട് അതിനകത്തും സ്വല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ആ ഉള്ളിയിൽ ചേർത്തിരിക്കുന്നതിനും അനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക് എല്ലാമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. സൂപ്പറായിട്ടൊന്നും അത് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി അരിഞ്ഞ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അടുത്തത് ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് ചപ്പാത്തി നമ്മളിങ്ങനെ 2 ചപ്പാത്തിയൊക്കെ എടുത്ത് റോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ നൈസായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇതിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുത്ത് ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ചിട്ട് തുറന്നപ്പോൾ നല്ലൊരു വാസനയായിരുന്നു കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ഒരു ഡിഷാണ്, പ്രത്യേകിച്ചും ചപ്പാത്തി ഇഷ്ടപ്പെടുന്നവർക്ക്. അടിപൊളിയൊരു ഡിഷായിരുന്നു ഇത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.